1999 ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശിയിരുന്നുവെന്ന് വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധൻ സെന്തിൽനാഥൻ. ഒരു ശില്പത്തിൽ 2.5 കിലോ സ്വർണം പൂശി. 2019 വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സ്വർണം എവിടെ പോയെന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്നും സെന്തിൽനാഥൻ പറഞ്ഞു. അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു 30 വർഷമായതുകൊണ്ട് എന്നാൽ ഞാൻ പറയാണ് ഒരു 2.5 ഈച്ച്, അതായത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു 5 കിലോസ് വരാൻ സാധ്യതയുണ്ട്. 100% ഷുവറാണ്. അത് വിത്തൗട്ട് ബേസ്. അതിൻ്റെ താഴെ ഒരു ഉപപീഠമുണ്ട്. ആ ഉപപീഠം അഡീഷണൽ ആയിട്ട് പിന്നെ ആരോ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ആവശ്യം ആക്ച്വലി ഇങ്ങനെ ഒരു ഡീക്ലറൈസേഷൻ കാണുമ്പോഴേക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ശരിക്കും അവിടുന്ന് കൊണ്ടുപോകേണ്ട സാധനമല്ല, ആൻഡ് ദ സ്പോട്ട് ഇട്ട് ചെയ്യേണ്ടതാണ് ശരിക്കും. അത് ഡെഫിനറ്റ് ആയിട്ടും അത് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവം. ഞാൻ ചെന്നൈയിലെ ഇപ്പോൾ ഒരു അമാൽഗമേഷൻ പ്രോസസ് ഒരു വിദഗ്ധൻ എന്നുള്ള ഞാനൊരു ഭക്തനാണ്. സ്വർണം പൂശിയെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും സെന്തിൽനാഥൻ പുറത്തുവിട്ടു. ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുകയാണ്. ഷാബാസ് അഹമ്മദ്, വർഷം കുറെ ആയെങ്കിലും അന്ന് സ്വർണം അവിടെ എത്തിച്ച് 30 കിലോ 300 ഗ്രാം സ്വർണം, അതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 2.5 കിലോ വീതം സ്വർണം അതിനായി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ആ ദ്വാരപാലക ശില്പങ്ങൾ സ്ഥാപിച്ചതിന്റെ ദൃശ്യങ്ങളടക്കം തന്റെ ആൽബത്തിൽ നിന്ന് സെന്തിൽനാഥൻ ഇപ്പോൾ നമ്മളെയും കാട്ടിത്തരികയാണ്. ഷാബാസ്, അവിടെ എത്തുമ്പോൾ സെന്തിൽനാഥൻ വരുത്തുന്ന വ്യക്തത എന്താണ്? ഇവിടെ കള്ളക്കളി നടന്നത് ഈ സ്ഥാപനത്തിന് ശേഷം ആയിരിക്കാനല്ലേ സാധ്യത? സുജിയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക വിവരങ്ങളും ചിത്രങ്ങളുമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. 1999 വിജയ് മല്യ നിയോഗിച്ച, ഈ സ്വർണം പൂശാനായി നിയോഗിച്ച വിദഗ്ധനായ സെന്തിൽനാഥാണ് നമ്മളോടൊപ്പം ഉള്ളത്. അന്ന് എത്ര സ്വർണ്ണമായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിലായി പൂശിയിരുന്നത്? റഫ്ലി അപ്രോക്സിമേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു 5 കിലോളം 2 ദ്വാരപാലകൻ ചേർത്തുകൊണ്ട് ഒരു 5 കിലോസോളം വരാൻ സാധ്യതകളുണ്ടെന്നുള്ള എൻ്റെ നിഗമനം. കാരണം അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഇൻസ്പെക്ഷൻ ടൈമുള്ളൂ. അപ്പോൾ നമുക്ക് അത് അയച്ചെടുത്തിട്ട് നമ്മൾ തിരിച്ചു വെക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. അപ്രോക്സിമേറ്റ്ലി ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെയും സ്ക്വയർ ഫീറ്റിൻ്റെ ബേസ് നോക്കുമ്പോഴേക്കും ഒരു 5 കിലോസ് ഉണ്ടാവണം എന്നുള്ള നിഗമനത്തിലാണ് ഞാൻ പറഞ്ഞത്. റഫ്ലി അത് കാണണം എന്നുള്ളത്. അത് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ സ്വർണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത എന്ന് വെച്ചാൽ തൊട്ട് നമുക്ക് ഡിപ്രിസിയേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ കോട്ടിങ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് വന്നിട്ട് കൈ തൊട്ട് അത് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ കൈ കാതം വരയ്ക്കും, കൈയുടെ പാദം വരയ്ക്കൊക്കെ പോകാനേ സാധ്യതയുള്ളൂ. ഈ പോർഷൻ വരയ്ക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ തന്നെ. ഇത് അന്ന് ചെയ്ത ചിത്രങ്ങളല്ലേ? അന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ റിപ്പോർട്ടിലേക്ക് തെളിവായിട്ട് കൊടുത്ത 2 ചിത്രങ്ങളാണിത്. അതിനുശേഷം ഉടുപ്പി അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 30 years ഈ ചിത്രത്തിൽ കാണുന്നതാണ് ദ്വാരപാലക ശില്പങ്ങൾ. ഈ 2 അപ്പോൾ ഈ 99 എടുത്ത ഫോട്ടോ ആണിത്. ഇതിൽ 2 5 കിലോയോളം സ്വർണം പൂശിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു റീഡിംഗ് വെച്ച് സ്ക്വയർ ഫുട്ടിന്റെ ബേസിസിൽ ഞാൻ കൊടുത്ത റിപ്പോർട്ടാണത്. അപ്രോക്സിമേറ്റ്ലി ഇത്രയും ഉണ്ടാവും എന്നുള്ളത്. മൊത്തം യൂസ് ചെയ്ത കണക്കിൽ അവർ പറയുന്നത് 30.3 കിലോസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മേൽക്കൂരയിൽ ഇത്ര, അല്ലെങ്കിൽ കലശത്തിന് ഇത്ര എന്നുള്ള രീതിയിൽ ഇതിനൊരു പർട്ടിക്കുലർ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യം കണ്ടുപിടിക്കുക. ഇപ്പോൾ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ അവർ കറക്റ്റായിട്ടാണ് നമ്മളതിൽ തൂക്കി തരുന്നത്. ഇത് പിന്നെ എങ്ങനെയായിരിക്കും ഇപ്പോൾ 2019 അതൊരു ചെമ്പായി മാറിയിട്ടുണ്ടാവും? ആക്ച്വലി സാധ്യതയില്ല. ഒരു ഭക്തനായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനബിളാണ്. ഞാനിപ്പോൾ വർക്കർ എന്നുള്ളത് മാറ്റി വയ്ക്കുക. ഞാനൊരു ഭക്തൻ എന്നുള്ളതിൽ ഞാനും ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇതിലുണ്ടായിരുന്ന സ്വർണം എവിടെ പോയി എന്നുള്ളത് 100% ആരെങ്കിലും ഉത്തരവാദിത്തം എടുക്കണം. നഷ്ടപ്പെട്ടാലും പൂർണ്ണമായി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. അത് ഡെഫിനറ്റ്. ഇപ്പോൾ ഈ ഇപ്പുറത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞാൽ എനിക്ക് ചെമ്പ് പാളിയാക്കി കിട്ടിയെന്നുള്ളത്. ഇപ്പുറത്ത് പറയുന്നത് വന്നിട്ട് ഞാൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ആസ് പെർ ഇത് തേർഡ് പാർട്ടി പ്രോപ്പർട്ടി ആകുമ്പോൾ അവർ കസ്റ്റോഡിയനാണ് ആ രീതിയിൽ നോക്കുമ്പോൾ. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് റെക്കോർഡ്സ് അവിടെ വേണം. ഇത്ര കിലോ സാധനം കൊടുത്തിട്ടുണ്ട്, അത് ചെമ്പിൽ പൂശിയാണ്, ഇത്ര സ്വർണ്ണമുണ്ട്, ഇത്ര ഏരിയ സ്വർണ്ണം, ഇത്ര സ്വർണ്ണമില്ല. ഇനി കിട്ടിയാൽ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്, ഈ ഇത്ര തൂക്കമുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഇത്രയും തൂക്കം ഉണ്ടാകും. ഇത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ആസ് പെർ റെക്കോർഡ്. ഈ ദേവസ്വം അറിയാതെ അത്തരത്തിൽ പുറത്തു പോകില്ല എന്നാണ് പറയുന്നത്. 100% ദേവസ്വം ബോർഡ് അറിയാണ്ടിരിക്കാൻ സാധ്യതകൾ കുറവാണ്. കാരണം റെസ്പോൺസിബിൾ പേഴ്സൺ ആണോ ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ളത്. ഇപ്പം പത്മനാഭസ്വാമി നോക്കുന്ന അവർ ഓരോ സ്റ്റെപ്പും വളരെ പേടിച്ചാണ് ചെയ്യണത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ
അപ്പോൾ അവർ റെസ്പോൺസിബിൾ ആണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ഗാർഡ്സ് CCTV ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡിങ്ങിൽ നമ്മൾ ഒപ്പിടിക്കും. അപ്പൊ ഈ സ്വർണം പോയതിൽ ദുരൂഹതയുണ്ട് തന്നെയാണ്. 100% ദുരൂഹതയുണ്ട്. അത് ഐദർ ദേവസ്വം ബോർഡ് ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ ഈ കൊണ്ടുപോയാൽ ആൻസറബിൾ, അല്ലെങ്കിൽ റിസീവ് ചെയ്യാതെ ആൻസറബിൾ ആണ്. ഇത് മറിമായമായിട്ട് പോകാൻ ഒരു സാധ്യതയും എൻ്റെ അനുഭവത്തിൽ, ഈ 30 വർഷത്തെ അനുഭവത്തിൽ റൂൾഡ് ഔട്ടാണ്. സുജി, അത് തന്നെയാണ് പറയുന്നത്. ഈ ചിത്രങ്ങളിൽ കാണുന്ന ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലും അന്ന് 5 കിലോയോളം വരുന്ന സ്വർണം പൂശിയതാണ്. ആ സ്വർണം എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ വിദഗ്ധനായിട്ടുള്ള സെന്തിൽനാഥ് നമ്മളോടൊപ്പം ചോദിക്കുന്നത്. സുജിയ, ഓക്കെ, ഷാബാസ് അഹമ്മദാണ് സെന്തിൽനാഥിന്റെ കയ്യിലുള്ള ചിത്രങ്ങളടക്കം ഇപ്പോൾ കാട്ടിത്തന്നത്. അപ്പോൾ തെളിവുകളുണ്ട്, ആ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങളുണ്ട്. അവയ്ക്കുള്ള ഉത്തരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.